MLA സ്ഥാനത്ത് നിന്ന് PC ജോർജിനെ അയോഗ്യനാക്കിയ സ്പീക്കറുടെ നടപടി ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുന്നു. PC ജോർജിന്റെ വാദം കേൾക്കാതെയാണ് സ്പീക്കറുടെ നടപടിയെന്നും ഹൈക്കോടതി പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് നടപടി റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. വിഷയത്തിൽ പ്രതികരിക്കാൻ PC ജോർജ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PC ജോർജ്, താങ്കൾ കോടതിയിൽ ഉന്നയിച്ച വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു. സ്പീക്കറുടെ നടപടി കോടതി റദ്ദാക്കുകയും ചെയ്തു. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഞാനിപ്പോൾ MLA ആണ്, അത്രേ ഉള്ളൂ. ദൈവം വലിയവനാണ്, പടച്ചോൻ ശരി ചെയ്യുന്നവനാണ്. കള്ളത്തരവും പിടിച്ചുപറിയും കൊള്ളയൊക്കെ എന്നാണെങ്കിലും പുറത്തു വരും. നിയമം നിയമത്തിന്റെ വഴിക്ക് അല്ല, നിയമം ശരിയുടെ വഴിക്കാ പോകുന്നത് ഉമ്മൻചാണ്ടിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ കാണിച്ച തെറ്റായ നടപടി, അതുപോലെ കോൺഗ്രസിന്റെ പോലീസ് അസോസിയേഷന്റെ നേതാവായിട്ടുള്ള ഉന്നത സഹോദരനാണ് നിയമസഭാ സെക്രട്ടറി. അയാള് നിയമത്തിന് വില കൽപ്പിക്കാത്ത ഒരു ജഡ്ജിയാണ്. അയാളെ പിടിച്ച് നിയമസഭാ സെക്രട്ടറി ആയിട്ട് വെച്ച് അയാൾ എഴുതി കൊടുക്കുന്ന ഊളത്തരം മുഴുവൻ എഴുതി വായിക്കുന്ന ജോലിയാണ് സ്പീക്കർ കാണിച്ചത്. വളരെ അപമാനമായി പോയി. ഇപ്പോ ഇത് വേറൊരു ഗതികേട്, എന്റെ രാജി അങ്ങനെ സ്വീകരിക്കുന്നതിന് പകരം അത് റിജക്ട് ചെയ്തതെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുക. അപ്പൊ ഇനി സ്പീക്കർ എന്നെ വിളിക്കണം, എന്നെ വിളിച്ച് എന്നോട് രാജിക്കത്ത് മേടിച്ച് രാജി സ്വീകരിക്കേണ്ട ഗതിയാണ്. ഇല്ലെങ്കിൽ നിയമപരമായിട്ട് മറ്റേ കേസ് നടത്തണം. ആ കേസ് നടത്തി വളരെയേറെ കുഴപ്പങ്ങളുണ്ട്. ഒരു കൊല്ലം നടത്തിയ കേസ് തീരുകയില്ല. ഗതികേടാണ്. ഇന്ത്യൻ ആദ്യത്തെ ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വലിയ നിയമപ്രശ്നങ്ങൾ ഉണ്ടാവും. അഡ്വക്കേറ്റ് FP രവീന്ദ്രൻ എന്ന അഡ്വക്കേറ്റും അതുപോലെ അഡ്വക്കേറ്റ് നാരായണൻ എന്ന വക്കീലും ഷൈജോർജനും ഇവരാണ് എനിക്ക് വേണ്ടി കേസ് നടത്തിയത്. ആ വക്കീലന്മാരോട് വലിയ നന്ദിയുണ്ട്. അതുപോലെ തന്നെ വളരെ മുഖ്യമായ രീതിയിലുള്ള ഒരു വിധി കിട്ടി എന്നതിൽ ഞാൻ അഭിമാനം കൊണ്ടു. വളരെയധികം നന്ദി ശ്രീ PC ജോർജ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ കരുണ